ഹായ് ഹലോ. എൻഗേജ്മെൻറ്റും രജിസ്റ്റർ മാരേജും ഒത്തിരി വിരുന്നൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ സഞ്ജുവിൻ്റെ അടുത്ത് ഒത്തിരി കാര്യം ആവശ്യപ്പെട്ടുള്ളൂ. നമുക്ക് രണ്ടുപേർക്ക് മാത്രമായിട്ട് ദൂരെ അടിക്കാൻ പോവാം. അത് നടക്കില്ലെങ്കിലും ഒരു സ്ഥലം വരെ പോകാമെന്ന് സഞ്ജുവിൻ്റെ അടുത്ത് പറഞ്ഞു. അതിൻ്റെ സന്തോഷമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കണേ. സഞ്ജു ഒരു തൃശ്ശൂർക്കാരനും ഞാൻ ഒരു കോഴിക്കോട് അല്ല നാദാപുരംകാരിയായതുകൊണ്ട് തന്നെ അടുത്തുള്ള സ്ഥലം നോക്കുകയാണെങ്കിൽ ഞാൻ പ്രിഫർ ചെയ്യുക വയനാടായിരുന്നു. ഒരു ചൂടുള്ള സമയത്തും കൂടി ആയതുകൊണ്ട് നമുക്ക് വയനാടാണ് ബെസ്റ്റ്. ഈ വീഡിയോ ഒരു കൊളാബറേഷനോ പ്രൊമോഷനോ ഒന്നും അല്ലാത്തതുകൊണ്ട് തന്നെ റിസോർട്ടിൻ്റെ പേര് ഞാൻ പറയണില്ല. ബട്ട് ഒന്ന് പറയാം, നല്ല അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ല. ഈവനിങ് അവിടെ എത്തിയത് കൊണ്ട് തന്നെ നല്ല അടിപൊളി ക്ലൈമറ്റ്. പിന്നെ പറയാനുണ്ടോ, ആ കാറ്റിലും കൂടെ അവിടെ ഇങ്ങനെ ഇരിക്കാൻ എന്തൊരു സുഖമാണെന്നറിയോ. ഇത് ഞങ്ങളുടെ റൂമാട്ടോ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂമായിരുന്നു. ബട്ട് ആ റൂമിൽ നിന്നുള്ള വ്യൂ ആണ് ഒരു രക്ഷയില്ലാത്തത്. സഞ്ജുവിന് പോകാൻ ഇനി കുറച്ച് ദിവസം കൂടെ ബാക്കിയിരിക്കുന്ന സമയത്താണ് നമ്മൾ ഈ ഒരു യാത്ര പ്ലാൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈം മാക്സിമം മെമ്മറബിൾ ആക്കാൻ തന്നെയായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. അവിടെ എത്തിയപ്പോഴേക്ക് നല്ല അടിപൊളി വിശപ്പുണ്ടായിരുന്നു. പക്ഷേ ഫുഡ് കഴിക്കണതിന് മുന്നേ ഒരു ഗെയിം കളിക്കാമെന്നു. ആ ഗെയിമിൽ ആരാണോ തോൽക്കണത് അവർ ഫുഡ് വാരിത്തരണം എന്നുമായിരുന്നു ചലഞ്ച്. നമ്മൾ വെറുതെ വിടുമോ? ഏയ്. ആക്ച്വലി നല്ല വിഷമമുണ്ട് കണ്ട് ചിരിക്കുന്നത്. I'm so proud of myself. ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലാത്ത ഒരാൾ ഇത്രയും നല്ലപോലെ കളിക്കുക, അതും കണ്ടിന്യൂസ് ആയിട്ട് 4 ഗെയിമിലൊക്കെ ജയിക്കുക പറഞ്ഞാൽ സംതിങ് റൈറ്റ്. സ്റ്റേ ട്യൂൺ. ഇനിയുള്ള ഗെയിമിൽ ഞാൻ ജയിച്ചിട്ട് അടുത്ത വീഡിയോ ചെയ്യാം. ബൈ. Hi guys, this is we at the Wayanad resort. There you go, you can see a loser feeding me Kerala paratha chili chicken. I'm a loser. See the face? Cute face too. Good face too. I won't feed it anymore. If you want to have, go and have. തോറ്റതിൻ്റെ വിഷമം കുഴപ്പമില്ല കേട്ടോ. ആലോചിച്ചോ ഞാൻ തോറ്റു എന്ന് പറയും. തോറ്റു പറ. പറ്റൊന്നുമില്ല. തോറ്റ മതി. തോറ്റിൻ്റെ വിഷമത്തിൽ സൺസെറ്റ് കാണാമെന്ന് പറഞ്ഞ് ഞങ്ങൾ റൂഫ് ടോപ്പിലോട്ട് പോയി. ഓ മൈ ഗോഡ്, എന്താ അല്ലേ, ഇത് ബ്യൂട്ടിഫുൾ അല്ലേ. എനിക്കിവിടുത്തെ ഏറ്റവും അട്രാക്ഷനായിട്ട് തോന്നിയ പാട്ടാണ് ഇത്. ഇവിടുത്തെ പൂൾ, ഓ മൈ ഗോഡ്, ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ആ പൂളിൽ നിന്ന് കാണാൻ പറ്റുന്ന വ്യൂ ഉണ്ടല്ലോ, ഓ അതെ, ഒരാൾ നോക്കിയിരിക്കുന്നുണ്ട്. നീന്തറിയില്ലെങ്കിലും പൂള് കണ്ടാൽ നമ്മൾ ചാടും അല്ലേ. ഇപ്പം നിങ്ങൾക്ക് ഞാൻ പോണ കണ്ടാൽ അറിയാം, പേടിച്ചോണ്ടാണ് പോണത്. എന്നാൽ പിന്നെ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് അറിയണമല്ലോ. പിന്നെ വേറൊരു കാര്യം, എൻ്റെ കൂടെയുള്ളാർക്കും നീന്തറിയില്ല കേട്ടോ. 2 പേർക്ക് നീന്തറിയാത്തതുകൊണ്ട് ഞങ്ങൾ 2 പേർക്കും യൂസ്ഫുൾ അല്ലാത്തൊരു പാട്ടും എന്നാൽ പിന്നെ അത് വേണമെന്ന് നിർബന്ധം തന്നെ. എന്താല്ലേ. റൂമിൽ പോയി കുളിയും പാസ്സാക്കി ഞങ്ങൾ 2 പേരും പിന്നെയും നടക്കാറിറങ്ങി. ആക്ച്വലി ഈവനിങ് ഇത് കൂടെ നടക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. കോടമഞ്ഞ് ഇറങ്ങിയത് കൊണ്ട് തന്നെ പകുതിയൊന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നാൽ പിന്നെ റൂട്ടിലോട്ട് കയറിയാലോ, എല്ലാവരും കാണാമല്ലോ. അയ്യോ പെട്ട സാധനം. നെക്സ്റ്റ് എനിക്കിപ്പോൾ സ്പീഡ് ബോട്ടിങ്ങും സിപ്പ് ലൈനിങ് ഒക്കെ അടുത്തുണ്ടെന്ന് അറിയാം. നീന്തറിയില്ലെങ്കിലും ഈ ഒരു എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു കേട്ടോ. കുറച്ച് മഴയും കൂടെ കിട്ടിയപ്പോഴേക്കും അടിപൊളി.
സോസേജ് കെട്ടിത്തൂക്കിയതുപോലെയൊക്കെ എനിക്ക് തോന്നിയത്. ആ പോയതിൻ്റെ ഡബിൾ സ്പീഡിൽ ഞങ്ങൾ കോഴിക്കോട് എത്തിയിട്ടോ. പിന്നെ ബീച്ചിലോട്ട് പോയി അവിടെ കുറച്ച് നേരം ഇരുന്നു. ഇതെന്താ കാലൊക്കെ ഭയങ്കര ടയർഡായി. ഈ കാലല്ലേ ഓ അത് മറ്റേ ക്ലച്ച് വേണ്ടിട്ട്. ഒരു 2 മണിക്കൂർ വണ്ടി പിടിച്ചു. ഓ നിങ്ങൾ എന്നേക്കാളും ഒരു 30 മിനിറ്റ്സ് എക്സ്ട്രാ വണ്ടി അടിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് മൊത്തം അടിച്ചത് നീയാണ്. അങ്ങനെ വണ്ടി ഓടിച്ച ക്ഷീണത്തിൽ സ്റ്റാർബക്സിൽ കയറിയിട്ട് ഒരു ഐസ്ഡ് വനില ലൈറ്റി സ്ട്രോബെറി ചീസ് കേക്കാക്കി വീട്ടിലോട്ട് പോയി.